ഹായ് എവരിവൺ, PSC ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗ്രാമങ്ങൾ കൈവരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിൽ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമം മേലില. കേരളത്തിൽ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമം മേലില. ആയുർവേദ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന ഗ്ലോബൽ ആയുർവേദ വില്ലേജ് സ്ഥാപിതമാകുന്നത് അയിരൂർ. ആയുർവേദ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന ഗ്ലോബൽ ആയുർവേദ വില്ലേജ് സ്ഥാപിതമാകുന്നത് അയിരൂർ. കിൻഫ്ര മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം പെരുങ്കുളം. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം പെരുങ്കുളം. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മന. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മന. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാഗ്രാമം കുന്നന്താനം. രാജ്യത്തെ ആദ്യ സിന്തറ്റിക് സാനിറ്ററി നാപ്കിൻ രഹിത ഗ്രാമം മുഹമ്മ. രാജ്യത്തെ ആദ്യ സിന്തറ്റിക് സാനിറ്ററി നാപ്കിൻ രഹിത ഗ്രാമം മുഹമ്മ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാട്. കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാട്. കേരളത്തിലെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് മാന്നാർ. കേരളത്തിൻ്റെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് മാന്നാർ. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ചന്ദിരൂർ. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ചന്ദിരൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കാർഷിക ഗ്രാമം കവിയൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കാർഷിക ഗ്രാമം കവിയൂർ. കേരളത്തിൻ്റെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ. കേരളത്തിൻ്റെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. ഇന്ത്യയിലെ ആദ്യ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ആദ്യ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ ഹരിതഗ്രാമം തുരുത്തിക്കര. കേരളത്തിലെ ആദ്യ ഹരിതഗ്രാമം തുരുത്തിക്കര. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരി. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂർ. കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത ഗ്രാമം വരവൂർ. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ. കേരളത്തിലെ മാമ്പഴ ഗ്രാമം എന്നറിയപ്പെടുന്നത് മുതലമട. കേരളത്തിലെ മാമ്പഴ ഗ്രാമം എന്നറിയപ്പെടുന്നത് മുതലമട. കേരളത്തിലെ ആദ്യത്തെ ധന്വന്തരി ഗ്രാമം കോട്ടയ്ക്കൽ. കേരളത്തിലെ ആദ്യത്തെ ധന്വന്തരി ഗ്രാമം കോട്ടയ്ക്കൽ. ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കാവനൂർ. ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കാവനൂർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി.
ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യ നേത്രദാന അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ നേത്രദാന അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാട്. കേരളത്തിലെ ആദ്യ കോള വിമുക്ത ഗ്രാമം കുറ്റ്യാടി. കേരളത്തിലെ ആദ്യ കോള വിമുക്ത ഗ്രാമം കുറ്റ്യാടി. ഇന്ത്യയിലെ ആദ്യ റെഡ് ക്രോസ് വില്ലേജുകളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ കാപ്പിക്കലം, കുട്ട്യം വയൽ. രണ്ടും വയനാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യ റെഡ് ക്രോസ് വില്ലേജുകളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ കാപ്പിക്കലം, കുട്ട്യം വയൽ. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം. ആമലക്ക ഗ്രാമം എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം തിരുനെല്ലി. ആമലക്ക ഗ്രാമം എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം തിരുനെല്ലി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക ഗ്രാമം കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക ഗ്രാമം കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ കലാഗ്രാമം കാക്കണ്ണൻപാറ. ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ കലാഗ്രാമം കാക്കണ്ണൻപാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദിഗ്രാമം ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദിഗ്രാമം ബാലുശ്ശേരി. ഇനി കേരളത്തിലെ സാക്ഷരതയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഗ്രാമം പോത്താനിക്കാട്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഗ്രാമം പോത്താനിക്കാട്. അക്ഷരകേരളം പദ്ധതിയിലൂടെ 100% സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ. അക്ഷരകേരളം പദ്ധതിയിലൂടെ 100% സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. 1989 ജൂൺ 25. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. 1989 ജൂൺ 25. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. 1990 ഫെബ്രുവരി 4. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. 1990 ഫെബ്രുവരി 4. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. 1991 ഏപ്രിൽ 18. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. 1991 ഏപ്രിൽ 18. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ ജില്ല കണ്ണൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് നിലമ്പൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് നിലമ്പൂർ. കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ ഗ്രാമം ചങ്ങനാശ്ശേരി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ ഗ്രാമം ചങ്ങനാശ്ശേരി. സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്. കേരളത്തിലെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര.
കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുട. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം. ഇന്ത്യയിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം. കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പാലിറ്റി തിരൂർ. കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പാലിറ്റി തിരൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമം മുല്ലക്കര. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ഗ്രാമം പടവയൽ. സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ഗ്രാമം പടവയൽ. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂർ. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി നോളേജ് എക്കണോമി മിഷൻ. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി നോളജ് എക്കണോമി മിഷൻ. കേരള വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പരിപാടി എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന വനവത്കരണ പരിപാടി എൻ്റെ മരം. വിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളം. വിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളം. ഇംഗ്ലീഷ് സംസാരിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഹലോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഹലോ ഇംഗ്ലീഷ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, കേരള ഗ്രാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.